ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഒരു ഭാവത്തിൽ കേതു നിന്നാൽ എന്താ ബലം? കേതു നിന്ന് കഴിഞ്ഞാൽ കേതു ഖണ്ഡകാരകനാണ്, വിരഹകാരകനാണെന്നൊക്കെ പറയും അല്ലെ? നിസ്സാരമായിട്ടേ ഉള്ളൂ. കേതു ഒരു ഭാവത്തിൽ നിന്നാൽ നിങ്ങൾ ഒതുങ്ങിപ്പോകും എന്ന് പറയും. ആ ഭാവത്തിന്റെ ബലം നിങ്ങൾ ഒതുങ്ങിപ്പോകും, നിങ്ങൾക്ക് വിരക്തി ഉണ്ടാവും. രാഹുവിന്റെ പറഞ്ഞപ്പോ രാഹു കോർത്തു നോക്കും അല്ലെങ്കിൽ ചൊറിഞ്ഞു നോക്കും എന്ന് പറയും. രാഹു കോർക്കും, കേതു ഒതുങ്ങും. അപ്പൊ കേതു ആണ് ഇപ്പൊ 7-ാം ഭാവത്തിൽ കേതു നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പോ നിങ്ങളുടെ ഭാര്യ ദാമ്പത്യത്തിൽ തൃപ്തിയില്ലെങ്കിലും ജസ്റ്റ് കടമകളൊക്കെ അങ്ങോട്ട് ചെയ്തു പോകും. അത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഓക്കാനിക്കാന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. അപ്പോഴായിരിക്കും ഭർത്താവാണെങ്കിൽ ഭാര്യയെ പറ്റി ശവം പോലെയെന്നും ഭാര്യ ഭർത്താവിനെ പറ്റി ശിവനെ പോലെയുമെന്നും പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഊഹിച്ചോളാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്. അപ്പൊ 7-ല് കേതു എന്ന് കഴിഞ്ഞാല് ഇങ്ങനത്തെ അവസ്ഥ. കാര്യം 7-ാം ഭാവം വിവാഹസ്ഥാനമാണ്, ദാമ്പത്യ സ്ഥാനമാണ്. ദാമ്പത്യത്തിൽ ഇതൊക്കെ കാണിക്കും. 2-ാം ഭാവത്തിൽ കേതു നിന്ന് കഴിഞ്ഞാല് വേറെ ചില ഫലങ്ങളാണെങ്കിലും അതിലും കുടുംബസ്ഥാനത്തും നിങ്ങളുടെ വാക്കിന് വിലയില്ലാത്ത അവസ്ഥ വന്നേക്കാം. അവിടെയും നിങ്ങൾ ഒതുങ്ങിപ്പോയേക്കാം, ഒതുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തം ക്യാരക്ടർ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബലം ഉണ്ടാവും എന്നുള്ളതാണ്. ഉദാഹരണം 7-ാം ഭാവത്തിന്റെ ഉയർന്നത്തിനെ, അതായത് 7-ാം ഭാവത്തിന്റെ ഉയരായിട്ടുള്ള ഭാര്യയെ എടുത്തിട്ട് 2-ാം ഭാവത്തിന്റെ നിങ്ങളുടെ കുടുംബം എടുത്തിട്ടും അങ്ങനെ ഉള്ളൊരു ഫീച്ചറാണ് ഞാൻ പറഞ്ഞത്. കേതു നിൽക്കുന്ന ഭാവത്തിനെ നോക്കി കേതുവിന്റെ കാരകത്വമുള്ള ആളുകൾ നിങ്ങളെ തേടി വരും എന്നുള്ളൊരു ബലം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടേ നോക്കാം. അപ്പൊ ഊടായ്പന്മാരായിട്ടുള്ള കസ്റ്റമേഴ്സും ഊടായ്പന്മാരായിട്ടുള്ള ആളുകളൊക്കെ വരും. മാത്രമല്ല തൃപ്തിയില്ലാത്ത ആൾക്കാർ വരും. നിങ്ങളുടെ കസ്റ്റമേഴ്സ് കേതു നിന്ന് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ജ്യോത്സ്യനാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ നിങ്ങൾ നല്ല ബലമൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കണം, പക്ഷെ അവിടെ തൃപ്തിയാവില്ല. അവർക്ക് ഇയാൾ എന്തൊക്കെയാണ് പറയണതെന്നൊക്കെ ഉള്ള തോന്നലുകൾ വരും. അപ്പൊ തൃപ്തിയില്ലായ്മ തീർച്ചയായിട്ടും രാഹു കേതു നിന്നുണ്ടാവും. രാഹു നിന്ന് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടി വേണമായിരുന്നു, കുറച്ചും കൂടി അടിപൊളിയായിട്ട് പറയണമായിരുന്നു, കുറച്ചും കൂടി എന്നുള്ളതായിരിക്കും. കേതു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതൊക്കെ എന്ത് പോരാ. ആ പോരെയും ഈ പോരെയും വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് കേതു എന്ന് കഴിഞ്ഞാൽ ഇനഫ് എന്നായിരിക്കും പറയണത്. രാഹു എന്ന് കഴിഞ്ഞാൽ മോർ ഐ വാണ്ട് മോർ എന്നായിരിക്കും പറയണം. കേതു എന്ന് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇനഫ് എന്നായിരിക്കും പറയണത്. ഇതാണ് വ്യത്യാസം. എനിക്ക് മതിയായി എന്ന് പറയുന്നതാണ് കേതുവെങ്കിൽ. രാഹു പറയണം ഐ വാണ്ട് മോർ, യു ആർ നോട്ട് ദാറ്റ് മച്ച് ടു ഗിവ് മീ വാട്ട് ഐ വാണ്ട് എന്നുള്ള രീതിയിലായിരിക്കും രാഹു പറയുന്നത്. കേതു പറയണത് ദാറ്റ്സ് ഇനഫ്, ഐ കാൻഡ്, എനിക്ക് വയ്യ, എനിക്ക് പറ്റൂല, ഇത് മതി എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ മറ്റേത് പറയണം എനിക്ക് ഇനി മതിയായില്ല എന്നായിരിക്കും. ഏത് ഭാവത്തിൽ നിന്നായിരിക്കും ഇതായിരിക്കും അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫലം. പക്ഷെ ഫലം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ പല സംശയമാണ് ഇയാളെന്താണ് ഇത് ഓരോ ഭാവത്തിലെയും പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഭാവത്തിലെയും ഫലങ്ങൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ രാശി ഭേദങ്ങളെയും ഗ്രഹഭേദങ്ങളെയും ഭാവഭേദങ്ങളെയും നക്ഷത്രഭേദങ്ങളെയും ക്ലിയർ ആയിട്ട് അവിടെ അപ്ലൈ ചെയ്യണം. എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇതിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിരിക്കും അത്. ഒരു 10-35 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങളിത് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും, ഫലം എങ്ങനെ പറയാന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ അപ്ലിക്കബിൾ അല്ലാത്ത 1-ാം ഭാവത്തില് സൂര്യൻ ഇരുന്ന ഇന്ന ബലം, 2-ാം ഭാവത്തിൽ ഇരുന്ന ഇന്ന ബലം എന്ന് പറഞ്ഞിട്ടുള്ള പല ബൃഹജാതകയിലോ സാരാവലിയിലോ ഫലദീപികയിലോ ഇനി ദേശാധ്യായിലോ ഒക്കെ കാണുന്ന വിധത്തിൽ അടിച്ചുവിടാത്ത എന്താണെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അടുത്ത വീഡിയോ കണ്ടാൽ മതി. അപ്പൊ കേതു വന്നു കഴിഞ്ഞാല് ഒതുങ്ങിപ്പോവും, വിരഹമായിരിക്കും. ഏത് ഭാവത്തിൽ ഇരുന്നാലും ആ ഒരു ഫലം നിങ്ങൾക്ക് ശരിയാവുണ്ടോ എന്ന് നോക്കുക. ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന അടുത്ത വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്താണ് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.